ഫ്രണ്ട്സ്, ഇന്ത്യൻ ആർമിയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് അതല്ലെങ്കിൽ IT അല്ലെങ്കിൽ +2 ഡിപ്ലോമ ഒക്കെ തുടങ്ങിയിട്ടുള്ള വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 3 നോട്ടിഫിക്കേഷനാണുള്ളത്. ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇത് റിക്രൂട്ടിംഗ് സോൺ വരുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് കേരളത്തിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ലക്ഷദ്വീപ് മാഹിയൊക്കെ അപ്ലൈ ചെയ്യാം, കർണാടകയുള്ളവർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സ് ആയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോൾജർ, ടെക്നിക്കൽ, നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് സിപ്പോയി ഫാമ, ഇങ്ങനെ 2 കാറ്റഗറി ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു നോട്ടിഫിക്കേഷൻ അവിടെ കാലിക്കറ്റ് നിങ്ങൾക്കൂടെ കാണാം. റിക്രൂട്ടിംഗ് ഓഫീസ് കാലിക്കറ്റാണ്, കോഴിക്കോടാണ്. അപ്പോൾ ഇതിലേക്ക് അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലേക്ക് അഗ്നിവീർ ആണ് ഈ രണ്ടാമത്തെ നോട്ടിഫിക്കേഷന്, അഗ്നിവീർ ആണ്. അപ്പോൾ അതോടൊപ്പം തന്നെ മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ്. ഇതും അഗ്നിപത് സ്കീം തന്നെയാണ്. അതായത് ട്രിവാൻഡ്രം ഓഫീസാണ് റിക്രൂട്ടിംഗ് ഓഫീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഏതൊക്കെ ജില്ലയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, കൂടെ കാണാൻ പറ്റും. ഇതവിടെ കാണാം. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, ദെൻ ലക്ഷദ്വീപ് ആൻഡ് മാഹി യൂണിയൻ ടെറിട്ടറി ആണ്. അതും അങ്ങനെ അവിടെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം. പിന്നെ അടുത്തത് ട്രിവാൻഡ്രത്തിൻ്റെ അവിടെ കൂടെ കാണാൻ പറ്റും. ആലപ്പുഴ, എറണാകുളം, അതുപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ആൻഡ് ഇടുക്കിയാണ് കേട്ടോ. അപ്പോൾ ഈ അതത് നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് നമ്മൾ അതത് സോൺ വൈസ്, അതായത് ഇപ്പോൾ ഇത് ട്രിവാൻഡ്രമാണ് റിക്രൂട്ടിംഗ് ഓഫീസ്, മറ്റേത് കാലിക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ മറ്റു റാലി കാര്യങ്ങളൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക, ആ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ നോട്ടിഫിക്കേഷനും നോക്കാം. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ എന്താണ് ഈ പറയുന്ന അഗ്നിവീർ എന്ന് പറയുന്ന കാറ്റഗറി എന്താണ്? പിന്നെ ഫസ്റ്റ് ഇവിടെ കാണിച്ചത് ആ ഒരു സ്കീമല്ല, ഇത് വേറെ തന്നെ രീതിയിലാണ്. അപ്പോൾ നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് മെമ്പേഴ്സ് ഓൺലി വീഡിയോസും ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അത്തരം വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർമിയുടെ നിങ്ങൾക്ക് കാണാം, LDC ഡ്രൈവർ, അതുപോലെ മെഷീനിസ്റ്റ്, ഇതൊക്കെ മെമ്പേഴ്സ് ഓൺലി വീഡിയോ ആണ്. അത്തരം വീഡിയോസ് കാണാൻ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമയത്ത്. പിന്നെ HLൻ്റെ മെമ്പേഴ്സ് ഓൺലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല വീഡിയോസ് നമ്മളിങ്ങനെ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് തന്നെ വരാം. അപ്പോൾ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ, ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ പറയുന്നത് ഇതിലേക്ക് ബാംഗ്ലൂർ റിക്രൂട്ടിംഗ് സോണായിട്ട് വരുന്ന ആ ഒരു നോട്ടിഫിക്കേഷനാണ് കൂടെ കാണാൻ പറ്റും. ഇതിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സ് ആയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോൾജർ, ടെക്നിക്കൽ, നഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന, അതുപോലെ സിപ്പോയി ഫാമ എന്ന് പറയുന്ന കാറ്റഗറിയാണ് വിളിച്ചിരിക്കുന്നത്. ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 13 ഫെബ്രുവരി മുതൽ എനിക്ക് ഏപ്രിൽ 1 വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ ഓൺലൈൻ എക്സാം ഡേറ്റ് വരുന്നത് ജൂൺ 1 മുതൽ ജൂൺ 15 ആയിരിക്കും. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ആയിരിക്കും നമുക്ക് എക്സാം വരിക. പിന്നെ ഏതൊക്കെ സ്റ്റേറ്റിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. കേരള നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. പിന്നെ ലക്ഷദ്വീപ്, മാഹിയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ കർണാടക അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ സോൾജർ, ടെക്നിക്കൽ, നഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് +2 സയൻസ് എടുത്ത് പഠിച്ചിരിക്കണം. ആ സയൻസ് എടുത്ത് പഠിച്ചാൽ മാത്രം പോരാ, അതിൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ്, ഈ 4 സബ്ജക്റ്റ് നമ്മളതിൽ പഠിച്ചിരിക്കുകയും അതിൽ ടോട്ടൽ പെർസെൻറ്റേജ് നമുക്ക് 50% മാർക്ക് ഈ 4 സബ്ജക്റ്റും നമുക്ക് ടോട്ടൽ പെർസെൻറ്റേജ് 50% ഉണ്ടായിരിക്കണം. ഇനി അതല്ലാതെ ഓരോ സബ്ജക്റ്റും ഫിസിക്സിൽ 40% വേണം, കെമിസ്ട്രിയിൽ 40 വേണം, ബയോളജിയിൽ 40 വേണം, അതുപോലെ ഇംഗ്ലീഷിൽ 40 സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിലും 40% സെപ്പറേറ്റ് വേണം. ഓക്കെ, അതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ. അങ്ങനെ ഈ രീതിയിൽ ക്വാളിഫിക്കേഷനിലേക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ ഫൈനൽ ഇയറിൽ ഇപ്പോൾ റിസൾട്ട് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളുണ്ടല്ലോ, അങ്ങനെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേക്ക്. ഓക്കെ, ഇതിൻ്റെ അടുത്തത് ഇനി മറ്റൊരു കാറ്റഗറിയിലൂടെ പറയുന്നത് ഇവിടെ കാണാം. നിങ്ങൾക്ക് ബയോളജിക്ക് പകരം ബോട്ടണി, സുവോളജിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കാണാം. അതായത് +2 നിങ്ങൾ പാസ്സായിരിക്കുക, സയൻസ് ആയിരിക്കണം, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, അതുപോലെ സുവോളജി, അതുപോലെ ഇംഗ്ലീഷ്, ഈ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ടോട്ടൽ പെർസെൻറ്റേജ് 50%. ഇതിൽ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമുക്ക് 40% മാർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് ലിമിറ്റ് 17 മുതൽ 23 വയസ്സാണ് മാക്സിമം കണക്കാക്കുന്നത്. മിനിമം 17, മാക്സിമം 23. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയാൽ മതി. 1 ജൂലൈ 2004 മുതൽ 1 ജൂലൈ 2009, ഈ ഡേറ്റുകളുടെ ഇടയിൽ വരുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് സിപ്പോയി ഫാമ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടത് +2 പാസ്സായിരിക്കുക, പ്ലസ് D ഫാമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക്
ഫാർമസിയിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 55% ടോട്ടൽ പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇനി അതല്ലെങ്കിൽ ഈ പറയുന്ന ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്താലും മതി, എവിടെയെങ്കിലും ഒന്ന് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ 50% മാർക്കോട് കൂടി നിങ്ങൾ എന്താണ് ഫാർമസിയിൽ ഡിഗ്രി ഗ്രാജുവേഷൻ കഴിഞ്ഞ് B.Pharm കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവരാണെങ്കിലും സ്റ്റേറ്റ് ഫാർമസിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിലോ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. 19 to 25 ഏജ് ലിമിറ്റ് വരുന്നത്. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയാൽ മതി, ഇതിൻ്റെ ഇടയിൽ വരണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അതായത് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ അതായത് ഇപ്പോൾ April 1 ആണല്ലോ, ഇപ്പോൾ നിങ്ങൾ മാർച്ചിൽ എക്സാം നടക്കും. എക്സാം നടന്ന് നിങ്ങൾ റിസൾട്ട് വെയിറ്റിംഗ് കാറ്റഗറിയിൽ വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പം അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡാണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് +1 കഴിഞ്ഞു, നിങ്ങൾ +2 എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും അയച്ചു കൊടുക്കുക, അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡാണ്. ഇതിലേക്ക് മിനിമം ഹൈറ്റ് വേണം. അതായത് ഇപ്പം നമ്മുടെ കേരള ലക്ഷദ്വീപ് ഒക്കെ ആയതുകൊണ്ട് തന്നെ 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം നമുക്ക്. ചെസ്റ്റ് നോർമൽ 77 സെൻറ്റിമീറ്ററും എക്സ്പാൻഷനിൽ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ റേറ്റും വരണം എന്നുള്ളതാണ്. പിന്നെ ലക്ഷദ്വീപിൽ താമസിക്കുന്നവർക്ക് അവർക്ക് 155 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി കേട്ടോ. ചെസ്റ്റ് ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ വെയിറ്റ് ഉള്ള ഹൈറ്റിന് ഇതിനനുസരിച്ചുള്ളൊരു പ്രൊപ്പോർഷൻ ഉണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പോർട്സ് പേഴ്സൺ ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് NCC സർട്ടിഫിക്കറ്റും ഒരു C സർട്ടിഫിക്കറ്റ്, പിന്നെ C സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ നിങ്ങൾ റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്തവർക്കൊക്കെ 20 മാർക്ക് വരെ ഗ്രേസ് മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, പിന്നെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന 2 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അതായത് എക്സാം നടക്കുന്നത് നമ്മൾ ഇതിൻ്റെ എക്സാം ഉണ്ട്, അപ്പോൾ എക്സാം നടക്കുന്നതിൻ്റെ ആ ഡേറ്റ് കണക്കാക്കി 2 ഇയേഴ്സിൻ്റെ ഉള്ളിലുള്ളതായിരിക്കണം. കുറേ മുൻപ് കിട്ടിയതായിട്ട് കാര്യമില്ല. ഓക്കെ, പിന്നെ എക്സാമിനേഷൻ ഫീ ഇതിലേക്ക് 250 രൂപ നമ്മൾ അപ്ലിക്കേഷൻ ഫീ കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ 2 phases ആണ് വരുന്നത്. Phase 1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്, കോമൺ ഓൺലൈൻ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് വരിക. അത് കഴിഞ്ഞിട്ട് Phase 2 റിക്രൂട്ട്മെൻറ്റ് റാലി ആണ് ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ എക്സാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എന്താണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ എക്സാം ആദ്യം നടക്കും. അങ്ങനെ എക്സാം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ Phase 2 അത് ഈ പറയുന്ന റിക്രൂട്ട്മെൻറ്റ് റാലിയാണ്. റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ നമ്മൾ പങ്കെടുക്കണം. അപ്പോൾ അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കും. അപ്പോൾ ആ സമയത്ത് റാലിയിൽ നമുക്ക് 1.6 കിലോമീറ്റർ ഓടാനുണ്ടാകും. അത് നിങ്ങൾ 6 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് ഓടിയെത്തിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് പുള്ളപ്സ് അത് ജസ്റ്റ് 6 എടുത്താൽ മതി, ജസ്റ്റ് ക്വാളിഫൈ ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. പിന്നെ 9 ഫീറ്റ് ഡിച്ച് നമ്മൾ ലോങ് ജമ്പ് പോലെ നമ്മൾ ജസ്റ്റ് അത് ചാടി കാണിച്ചു കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ സിഗ്സാഗ് ബാലൻസ് ഒക്കെ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി, ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റും റാലിയുടെ സമയത്ത് തന്നെ സൈറ്റിൽ തന്നെ വെച്ചിട്ടായിരിക്കും നടക്കുക കേട്ടോ. ഹൈറ്റും ചെസ്റ്റും ഒക്കെ നോക്കുക, കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഈ പറയുന്ന പോസ്റ്റ് നമ്മുടെ അഗ്നിവീർ സ്കീം അല്ല കേട്ടോ. ഇത് ഇനി നമ്മൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ആണെങ്കിലും രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ആണെങ്കിലും ഇപ്പോൾ മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ ആണെങ്കിലും അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ്സ് ആ ഒരു പോർട്ടലൊക്കെ സെയിം ആണ്. അപ്പോൾ അത് വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ ഉൾപ്പെടുത്താം. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കാലിക്കറ്റ്, ഇത് നമ്മുടെ അഗ്നിപത് സ്കീമാണ്, അതായത് അഗ്നിവീറിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ 13 ഫെബ്രുവരി സെയിം ഡേറ്റ് ആണ്. 13 ഫെബ്രുവരി മുതൽ April 1 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. എക്സാം ഡേറ്റും 1 ജൂൺ മുതൽ 15 ജൂൺ വരെയാണ് ഇത് എക്സാം നടക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മറ്റ് എന്താണ് ഏതൊക്കെ ജില്ലയിലുള്ളവർക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം, അതുപോലെ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ട് ഏതൊക്കെ ജില്ലകളിലേക്ക്, അങ്ങനെ 2 നോട്ടിഫിക്കേഷനാണുള്ളത് കേരളത്തിലേക്ക്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഇപ്പോൾ ഞാൻ റിക്രൂട്ടിംഗ് ഓഫീസ് കാലിക്കറ്റിൻ്റെ ആണ് പറയുന്നത്. ഇതേ സെയിം സംഭവം തന്നെയാണ് ട്രിവാൻഡ്രം വരിക, വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നേരെ നമുക്ക് കാലിക്കറ്റിൻ്റെ മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ നിങ്ങൾ അതേമാതിരി ഉൾക്കൊണ്ടാൽ മതി. ഇനി ഇവിടെ കാണാം നിങ്ങൾക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാര്യങ്ങളാണ്. അപ്പോൾ അഗ്നിവീറിൽ തന്നെ ജനറൽ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ എന്താണ് അഗ്നിവീർ സ്കീം എന്താണെന്നൊക്കെ ഞാൻ പറയും കേട്ടോ. അപ്പോൾ അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി ഉണ്ട്. അതിലേക്ക് അപ്ലൈ ചെയ്യാൻ 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. 45% മാർക്ക് വേണം ടോട്ടൽ പെർസെൻറ്റേജ്. ഓക്കെ, അതോടൊപ്പം തന്നെ ഓരോ സബ്ജക്റ്റിലും നമുക്ക് 33% മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ഗ്രേഡ് ആണല്ലോ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ. അപ്പോൾ നമ്മുടെ ഗ്രേഡിൻ്റെ ആ ഒരു മാർക്കിൻ്റെ താഴെ ഗ്രേഡ് സ്കോർ കൊടുത്ത ഗ്രേഡ് A+, B+ എന്നൊക്കെ കൊടുത്തില്ലേ, അതിൻ്റെ ഏറ്റവും താഴെ കുറച്ച് ഭാഗത്ത് നിങ്ങൾക്ക് കാണാം അതിൻ്റെ A+ന് എത്ര പെർസെൻറ്റേജ് ആണ്, B+ന് എത്ര പെർസെൻറ്റേജ് ആണ്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ 45 എബോവ് ഉണ്ടോ അല്ലെങ്കിൽ 33 എബോവ് ഉണ്ടോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ പെർസെൻറ്റേജ് നോക്കുക മെയിനായിട്ട് ബേസിക് ആയുള്ള 5 സബ്ജക്റ്റ് ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ലാംഗ്വേജസ് ഒക്കെ ആണിപ്പോൾ 2 ഒന്നും കൗണ്ട് ചെയ്യില്ല. അപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് അതൊക്കെ ഒന്നാക്കിയിട്ട് കൗണ്ട് ചെയ്യായിരിക്കും. അങ്ങനെ പിന്നെ നമ്മുടെ സയൻസ്
സോഷ്യൽ സയൻസ്, പിന്നെ അങ്ങനെയുള്ളത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ പെർസെൻറ്റേജ് 10th 45, പിന്നെ ഇതൊക്കെ ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകേണ്ടതാണ്. പിന്നെ 33% ഇൻഡിവിജ്വലി ഓരോ സബ്ജക്റ്റിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് LMV അല്ലെങ്കിൽ HMV ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ മുൻഗണന ഉണ്ടായിരിക്കും. ഓക്കെ എന്നുള്ളതുള്ളൂ. നിർബന്ധമല്ല, ലൈസൻസ് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് 10th മാത്രം വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. ജനറൽ ഡ്യൂട്ടിയിലേക്ക് 17 to 22 ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ അഗ്നിവീറിൽ ടെക്നിക്കൽ കാറ്റഗറിയാണ്. ഈ ടെക്നിക്കൽ കാറ്റഗറിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ +2 സയൻസ് എടുത്ത് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം, അല്ലാത്തവർക്കും പറ്റും. അത് വേറെ കാറ്റഗറി ഉണ്ട്. ഇവിടെ +2 സയൻസ് എടുത്ത് പഠിച്ചവർക്കും കൂടെ കാണാം. ഫിസിക്സ്, മാത്സ്, ഇംഗ്ലീഷ് നിങ്ങൾ പഠിച്ചിരിക്കണം. 50% ടോട്ടൽ പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഡയറക്റ്റ് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ +2 നിങ്ങൾ സയൻസ്, ഫിസിക്സ്, മാത്സ്, ഇംഗ്ലീഷ് നിങ്ങൾ പഠിച്ചു, പ്ലസ് എന്താണ് 1 year ITI നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ITI നിങ്ങൾക്ക് ഏത് ട്രേഡ് ആണെങ്കിലും കുഴപ്പമില്ല, ഇനി ട്രേഡ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ NSQF ലെവൽ 4 അല്ലെങ്കിൽ എബോവ് ആയിരിക്കണം നിങ്ങളുടെ ITI എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു കോഴ്സ്. ഓക്കെ, അപ്പോൾ അത് ആ രീതിയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. എനി ട്രേഡ് ആണെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് VHSC ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. VHSCയിൽ നമ്മൾ നോൺ വൊക്കേഷണൽ സബ്ജക്റ്റ് ആയിട്ടുള്ള ഫിസിക്സ്, മാത്തമാറ്റിക്സ് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളൂ. 50% മാർക്കും ടോട്ടൽ പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വൊക്കേഷണൽ സബ്ജക്റ്റ് ഏതാണെന്ന് NEP 2020 പ്രകാരം ആ ഒരു പ്രകാരമുള്ള സബ്ജക്റ്റിലായിരിക്കണം. അതിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ് ആയിരിക്കണം പ്രത്യേകം പറയുന്നുണ്ട്. അതിലിപ്പോൾ സീനിയർ +2 അതായത് VHSC ലെവലാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വെബ് ആപ്ലിക്കേഷനോ ജിയോ സ്പേഷ്യൽ ടെക്നോളജിയോ ഇതിലേതെങ്കിലുമൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ വൊക്കേഷണൽ ഡിഗ്രീസ് ആണെങ്കിൽ ഈ പറയുന്ന സബ്ജക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളിത് നോക്കിയാൽ മതി. ഓക്കെ, VHSC ആണെങ്കിൽ. ഇനിയിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഒന്നും നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് ഇനി ഇവിടെ പറയാൻ പോകുന്നത് ഇതുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. അതായത് 10th ക്ലാസ് 50% മാർക്കോടുകൂടി പാസ്സായിരിക്കുക, പ്ലസ് എന്താണ് ഇംഗ്ലീഷ്, മാത്സ്, സയൻസ് ഇതിൽ നിങ്ങൾക്ക് 40% മാർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അത് പോയി. യെസ്, 40% മാർക്ക് ഉണ്ടായിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ 2 വർഷം ഡ്യൂറേഷനുള്ള ITIയും കഴിഞ്ഞിരിക്കണം. ഓക്കെ, അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ITI ഏതൊക്കെ ഡിസിപ്ലിൻ അവിടെ ലിസ്റ്റ് ചെയ്ത് ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവിടെ ITIൻ്റെ കാര്യം പറഞ്ഞോ, ഇവിടെ നിങ്ങൾക്ക് +2 ആണ് കഴിഞ്ഞിരിക്കേണ്ടത്. +2 + 1 year ഡ്യൂറേഷനുള്ള ITI എനി ട്രേഡ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ 10th ക്ലാസ് പ്ലസ് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ 2 വർഷം ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ITI ഇല്ല, നിങ്ങൾക്ക് എന്താണ് ഡിപ്ലോമ ഉള്ളവരാണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അതായത് 2 അല്ലെങ്കിൽ 3 year ഡ്യൂറേഷനുള്ള നിങ്ങൾക്ക് ഡിപ്ലോമ പോളിടെക്നിക് കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഡിസിപ്ലിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് ഏതൊക്കെ സ്ട്രീം എന്നിവിടെ കൊടുത്തിട്ടുണ്ട്, ഈ പറയുന്ന ഏതെങ്കിലും ആയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് അഗ്നിവീർ ക്ലർക്ക് സ്റ്റോർ കീപ്പർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് +2 സയൻസ് എടുത്ത് പഠിച്ചവർക്ക്, സയൻസ് എന്ന് മാത്രമല്ല നിങ്ങൾക്ക് എനി സ്ട്രീം അപ്ലൈ ചെയ്യാം. ഓക്കെ, +2 നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ്, സയൻസ് ഏത് സ്ട്രീം പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് ഉണ്ടായിരിക്കണം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മിനിമം 50% ഓരോ സബ്ജക്റ്റിലും മാർക്ക് നേടിയിരിക്കണം എന്നുള്ളതാണ് +2ൽ. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിൽ, മാത്സ്, അതല്ലെങ്കിൽ അക്കൗണ്ട്സ്, അതല്ലെങ്കിൽ ബുക്ക് കീപ്പിങ്ങിൽ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 50% മാർക്ക് നിർബന്ധമാണ് +2ൽ. ഓക്കെ, അപ്പോൾ ഈ സബ്ജക്റ്റ് നമ്മൾ 50% മാർക്ക് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഈ സബ്ജക്റ്റുകൾ മാത്സോ, അക്കൗണ്ട്സോ, ബുക്ക് കീപ്പിങ്ങോ ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ +2 പഠിച്ചിരിക്കണം. അതിൽ ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. പ്ലസ് 50% മാർക്ക് അതിൽ നിർബന്ധം മാർക്ക് ഉണ്ടായിരിക്കണം. 17 to 22 ഏജ് ലിമിറ്റ് വരുന്നത്. ഇനി അഗ്നിവീറിൽ ട്രേഡ്സ്മാൻ കാറ്റഗറിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് 10th പാസ്സായാൽ മതി. ഓക്കെ, എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ മിനിമം ആ ഒരു ബേസിക് 5 സബ്ജക്റ്റിൽ 33% മാർക്ക് നേടിയിരിക്കണം. അത് ജസ്റ്റ് നമ്മൾ പാസ്സാനുള്ള മാർക്ക് തന്നെയാണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് 8th ക്ലാസ് പാസ്സായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, 8th ക്ലാസ് പാസ്സായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ട്രേഡ്സ്മാനിലേക്ക് 10th ക്ലാസ് പാസ്സായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ജസ്റ്റ് പാസ്സായാൽ മതി. 17 to 22 ഏജ് ലിമിറ്റ് വരുന്നത്. നിങ്ങളുടെ കൂട്ടുകാരുടെ മാക്സിമം അതിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്ത് ചെയ്യാം, 2 കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അഗ്നിവീർ ക്ലർക്കിലേക്ക് അപ്ലൈ ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ട്രേഡ്സ്മാനിലേക്കും 10th ക്ലാസ് ആണല്ലോ 2ൻ്റെ യോഗ്യത, സോറി ഇത് +2 ആണ് യോഗ്യത. അപ്പോൾ 10th ക്ലാസ് യോഗ്യത ഉള്ളപ്പോൾ വേണ്ട, ഞാൻ +2 യോഗ്യത, ഞാനിപ്പോൾ +2 സയൻസ് ആണ് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്താണ് ഇപ്പം ഈ പറയുന്ന ഇവിടെ കാണാം നിങ്ങൾക്ക്. ഓക്കെ, ഇല്ല 10th ക്ലാസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് ജനറൽ ഡ്യൂട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ എനിക്ക് ജനറൽ ഡ്യൂട്ടി അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ട്രേഡ്സ്മാനും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 കാറ്റഗറിയിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എക്സാം ഉണ്ടാവുമല്ലോ, സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള കണ്ടീഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾ +2 10th ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ITI ഒക്കെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് ജനറൽ ഡ്യൂട്ടി ആണെങ്കിൽ 126,
ടെക്നിക്കൽ ആണെങ്കിൽ 165, പിന്നെ ട്രേഡ്സ്മാൻ 10th പാസ് ആയവർക്ക് 166, 8th പാസ് കഴിഞ്ഞവർക്ക് 166 തന്നെ. പിന്നെ ക്ലർക്ക് സ്റ്റോർ കീപ്പറൊക്കെ ആണ് 122 സെൻറ്റിമീറ്റർ മതി. വെയിറ്റ് ഒക്കെ ഹൈറ്റിനും ഇതിനൊക്കെ അനുസരിച്ചുള്ള ഏജിനനുസരിച്ച് വെയിറ്റ് ആണ്. ചെസ്റ്റ് എല്ലാം 177 ആണ്. 5 സെൻറ്റിമീറ്റർ എന്ത് വേണം നിങ്ങൾക്ക് എക്സ്പാൻഷൻ വേണം എന്നുള്ളതാണ്. പിന്നെ ഇതിലേക്ക് റിലാക്സേഷൻ കാര്യങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിങ് സ്പോർട്സ് പേഴ്സൺ ഒക്കെ ആണെങ്കിൽ ഹൈറ്റിൽ ഇതിലൊക്കെ റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ ലക്ഷദ്വീപിലുള്ളവർക്ക് അങ്ങനെയുള്ള ആൻഡമാൻ നിക്കോബാർ ഒക്കെ ഉള്ളവർക്ക് കേട്ടോ. ഓക്കെ, ലക്ഷദ്വീപിലുള്ളവർക്കും റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള വിദ്യാർത്ഥികളൊക്കെ നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട് കേട്ടോ. NCCൻ്റെ ഇതിനൊക്കെ ഉണ്ട്, ഗ്രേസ് മാർക്ക് ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 10th പ്ലസ് 2 ഇയർ ITI കോഴ്സ് ഉണ്ടെങ്കിൽ 20 മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടും. ഇനി 10th പ്ലസ് 2 or 3 ഇയർ ഡിപ്ലോമ ഉള്ളവരാണ് 30 മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടും. അങ്ങനെ അതിൻ്റെ സ്കീം കാര്യങ്ങളുണ്ട്. ഇനി 12th പ്ലസ് ഡിപ്ലോമ ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് 50 മാർക്കിൻ്റെ ഗ്രേസ് മാർക്കൊക്കെ കിട്ടും. ഓക്കെ, ഇനി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. അപ്പോൾ എന്താണ് അഗ്നിവീർ എന്നുള്ള ആ ഒരു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ അഗ്നിവീറിലൂടെ നമ്മൾ 4 വർഷത്തേക്കാണ് നമുക്ക് സർവീസ് ഉണ്ടായിരിക്കുക. ആ 4 വർഷം കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇറങ്ങണം. പക്ഷേ ഒരു കണ്ടീഷൻ ഇവിടെ നമുക്കുണ്ട് എന്നുള്ളതാണ്. ഒരു ബാച്ചിൽ 25% ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, പെർമനൻറ്റ് എൻറോൾമെൻറ്റിലേക്ക് സെലക്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ 100 പിള്ളേരാണ് അല്ലെങ്കിൽ 100 ഈ പറയുന്ന അഗ്നിവീർ ആണ് ഇതിൽ നമ്മുടെ ഒരു ബാച്ചിലുള്ളത് വിചാരിക്കുക. അപ്പോൾ അതിൽ 25 അഗ്നിവീറിന് എന്ത് ചെയ്യും, പെർമനൻ്റ് ആക്കാനുള്ള സ്കീമുണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്തിനെ ബേസ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ആ 4 വർഷത്തെ നമ്മുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമുക്ക് ഈ ഒരു അവസരം ലഭിക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 4 വർഷം കഴിഞ്ഞാൽ നമുക്ക് പെർമനൻ്റ് ആകാം. ഇന്ത്യൻ ആർമിയുടെ പെർമനൻറ്റ് സ്കീമിലേക്ക് നമുക്ക് മാറാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു സ്കീമാണ്. അതിൽ ഓരോ ബാച്ചിലും 25% എന്ത് ചെയ്യുന്നുണ്ട്, അഗ്നിവീറിനെ റെഗുലറായിട്ട് ഇന്ത്യൻ ആർമിയുടെ ഭാഗമായിട്ട് ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഉൾപ്പെടാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന ഫസ്റ്റ് 1 ഇയറിൽ ആദ്യത്തെ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന എമൗണ്ട് 21 ആയിരിക്കും. ഓക്കെ, അതിൻ്റെ മൊത്തം ബെനിഫിറ്റ് 30,000 ആണ്. പിന്നെ നമുക്ക് ഈ സേവാനിധി എന്ന പാക്കേജിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അത് പിടിക്കും, ഒരു എമൗണ്ട് പിടിക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് അത്ര എമൗണ്ട് ഇടും. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കാണാം. സെക്കൻഡ് ഇയറിൽ മന്ത്ലി 23 നമ്മളെ കയ്യിൽ കിട്ടും. തേർഡ് ഇയർ ആകുമ്പോൾ മന്ത്ലി 25,500. ഫോർത്ത് ഇയറിലേക്ക് വരുമ്പോൾ 28,000 മന്ത്ലി കിട്ടും. ഇത് ഒക്കെ നമുക്ക് ശമ്പളമായിട്ട് കിട്ടും. പ്ലസ് നമുക്ക് പിരിഞ്ഞ് വരുന്ന സമയത്ത് 4 വർഷം കഴിഞ്ഞ് നമ്മളതിന്ന് എക്സിറ്റ് ആകുന്ന സമയത്ത് 10,04,000 രൂപ നമുക്ക് എന്ത് കിട്ടും, സേവാനിധി പാക്കേജിലൂടെ നമ്മുടെ കയ്യിൽ കിട്ടും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വേറെ മറ്റേ എക്സ് സർവീസ്മെൻ ബെനിഫിറ്റോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് അഗ്നിവീർ സ്കില്ല് സർട്ടിഫിക്കറ്റ് കിട്ടും. നിങ്ങൾ ആ അഗ്നിവീർ സമയത്ത് നിങ്ങളുടെ സ്കില്ല് ഏത് മേഖലയിലായിരുന്നോ അതുമായി ബന്ധപ്പെട്ട സ്കിൽ സെറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. അതൊക്കെ പിന്നീട് നിങ്ങൾക്ക് ജോലിക്കൊക്കെ ഉപയോഗപ്പെടും എന്നുള്ളതാണ്. പിന്നെ ഇതിലേക്ക് അപേക്ഷയൊക്കെ നൽകേണ്ട മറ്റു രീതിയിൽ 250 രൂപ അപേക്ഷ ഫീസും കാര്യങ്ങളുണ്ട്. ഇതിലേക്ക് നേരത്തെ പറഞ്ഞാൽ 2 ഫേസ് വരും. ഫേസ് 1 ഓൺലൈൻ എക്സാമും, ഫേസ് 2 റിക്രൂട്ട്മെൻറ്റ് റാലിയാണ്. അതിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് അല്ലേ. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അല്ല, ഫിസിക്കൽ സ്റ്റാൻഡേർഡാണ് പറയാം. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ ഇതിൽ മെയിനായിട്ട് വരിക നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. 4 ഗ്രൂപ്പായിട്ട് ഇവിടെ പറയാം. അതിൽ ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് 60 മാർക്ക് വരെ നേടാം. 5 മിനിറ്റും 30 സെക്കൻഡ് കൊണ്ട് 1.6 കിലോമീറ്റർ ഓടിയാൽ. കുറയുന്നതിനനുസരിച്ച് മാർക്ക് ഇവിടെ ഇങ്ങനെ കുറയും. അതുപോലെ പുള്ളപ്സ് നമ്പർ ഓഫ് കൂടുന്നതിനനുസരിച്ച് മാർക്ക് കൂടും, കുറയുന്നതിനനുസരിച്ച് ഇവിടെ കുറയും. പിന്നെ ലോങ് ജമ്പും സിഗ്സാഗ് ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ചാടി കാണിച്ചു കൊടുത്താൽ മതി. അത്രയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ സാധാരണ അഗ്നിവീറിൻ്റെ അങ്ങനെ ചെയ്യാറില്ല, വളരെ റയറായിട്ട് ഇടയ്ക്കൊക്കെ ചെയ്യാറുള്ളത്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ, ഇത്തരം നോട്ടിഫിക്കേഷൻ പാടെ. പിന്നെ തിരുവനന്തപുരത്തിൻ്റെയും ഇതേ സംഭവം തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ, ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ സെയിം ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ തിരുവനന്തപുരം ആണെങ്കിലും കാലിക്കറ്റ് ആണെങ്കിലും ഞാൻ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന നഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട പോർട്ടൽ ഇതാണ്. ഓക്കെ, ഇതിലേക്ക് എങ്ങനെ വരാമെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ ലിങ്ക് തരാം. അതിന് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാം, ഏറ്റവും താഴോട്ട് വരാം. ഇവിടെ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് കാലിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം, ട്രിവാൻഡ്രം ഡൗൺലോഡ് ചെയ്യാം. ബാക്കി ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൻ്റെ നേരെ അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ പേജിലേക്ക് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാപ്ച അടിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലേ നമുക്കതിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഞാൻ ക്യാപ്ച അടിച്ചു, എൻ്റെ വെബ്സൈറ്റ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓഫീസർ സെലക്ഷനാണ്. ഇതെല്ലാം നമുക്ക് താഴെ ഇവിടെ കാണാം JCO ഓർ അഗ്നിവീർ എൻറോൾമെൻ്റ് ആണ്. ഇതിലാണ് നമ്മുടെ ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ
നിങ്ങൾക്ക് ഇതാ ഇവിടെ ചെക്ക് എലിജിബിലിറ്റി, നിങ്ങൾ എലിജിബിൾ ആണോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഏറ്റവും നിങ്ങൾക്ക് എളുപ്പം. നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. നിങ്ങളുടെ ഏജ് ഒക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡൗട്ട് ഉണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് എലിജിബിലിറ്റി പോയിട്ട് നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോന്നും നിങ്ങൾ സെലക്ട് ചെയ്യണം. ഇതിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ് ഇതൊക്കെ കൊടുത്ത് മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നൊക്കെ ഇതാക്കിയാൽ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ വേക്കൻസി കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ അത് ചെയ്യാനാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറയുന്നത്. അത് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഇത് അവിടെ കണ്ടോ, നിങ്ങൾക്ക് JCOR അഗ്നിവീർ അപ്ലൈ ഓർ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ബട്ടൺ, അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പേജ് ലോഡായിട്ട് വരും. ഓക്കെ, യെസ്, ലോഡാകുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെർമനൻറ്റ് വേക്കൻസി തന്നെയാണ് കേട്ടോ. മറ്റേത് 2 കാലിക്കറ്റ് ആൻഡ് ട്രിവാൻഡ്രം കാണിച്ചില്ല, അതാണ് അഗ്നിവീർ സ്കീം കേട്ടോ. മറ്റേത് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് തന്നെയാണ് അതിലേക്ക് എടുക്കുന്നത്. അങ്ങനെ ലോഗിൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് വരിക കണ്ടോ, അവിടെ ഈ ലെഫ്റ്റ് സൈഡ് ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് വരികയാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളതിൻ്റെ ഇവിടെ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളോട് കുറഞ്ഞ ഇൻസ്ട്രക്ഷൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് കൂടെ പറയുന്നുണ്ട്, ഒക്കെ റെഡിയാക്കി വെക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അങ്ങനെ കണ്ടിന്യൂ കുറച്ചും ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, കംപ്ലീറ്റ് വായിക്കുക. എന്നതിന് ശേഷം നമ്മൾ വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് രജിസ്റ്റേർഡ് വിത്ത് ആധാർ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് എന്താണ് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അത് കൺഫേം ടു ഫെച്ച് ഫ്രം ഡിജി ലോക്ക് എന്ന് ഡാറ്റ ഫെച്ച് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ആധാർ വെച്ചിട്ട് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് നമ്മൾ പിന്നെ ഇതിൽ അപ്ലൈ ചെയ്യണം, ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യണം. നമുക്ക് എലിജിബിൾ ആയുള്ള വേക്കൻസികൾ അവിടെ കാണിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക, ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ, അഗ്നിവീർ സ്കീം അല്ലെങ്കിൽ ഈ ഒരു സ്കീമിലൊക്കെ ഉള്ള നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇടണമെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.